എല്ലാവർക്കും നമസ്കാരം. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പൊള്ളൽ, കുട്ടികൾ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന മുട്ടിലെ പോറൽ, പെട്ടെന്ന് കാൽ വഴുതിയുള്ള ഉളുക്ക്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടിച്ചുള്ള ചതവ്, ഇങ്ങനെയുള്ള ചെറിയ അപകടങ്ങൾ വീട്ടിൽ ഏത് സമയത്തും ഉണ്ടാകാം. ഇതുപോലുള്ള സമയങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഫലപ്രദമായ ഒരു തൈലമാണ് മുറിവെണ്ണ. കേരളത്തിലെ പരമ്പരാഗത കളരി ചികിത്സയിലും മർമ്മ ചികിത്സയിലും വളരെ പ്രാധാന്യത്തോടെ ഉപയോഗിക്കുന്ന ഒരു ഔഷധ തൈലമാണ് മുറിവെണ്ണ. പേര് പോലെ തന്നെ മുറിവുകൾക്കും ചതവുകൾക്കും ഉളുക്കിനും പൊള്ളലിനും ഉപയോഗിക്കാവുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ ഇത് ഉപയോഗിക്കാം. ഈ മുറിവെണ്ണ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. മുറിവെണ്ണ സാധാരണയായി വെളിച്ചെണ്ണ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ഒരു ഔഷധ തൈലമാണ്. പരിക്കേറ്റ സ്ഥലത്ത് വേദന, നീര്, എരിച്ചിൽ, ചൂട്, ചർമ്മത്തിൽ കേടുപാട് എന്നിവ ഉണ്ടാകാറുണ്ട്. മുറിവെണ്ണയിലെ പച്ചിലകളും ഔഷധ ഘടകങ്ങളും ഈ വേദനയും എരിച്ചിലും കുറയ്ക്കാനും ചർമ്മത്തിലെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും സഹായിക്കും. വീഴ്ചയിൽ ഉണ്ടാകുന്ന ചെറിയ പോറലുകൾ, ചെറിയ മുറിവുകൾ, ചർമ്മത്തിലെ ചെറിയ കേടുപാടുകൾ എന്നിവയിൽ മുറിവെണ്ണ ഉപയോഗിക്കാം. എവിടെയെങ്കിലും ഇടിച്ചാൽ ആ സ്ഥലത്ത് നീര് വരികയും വേദന കൂടുകയും ചെയ്യും. അത്തരം ചതവുകളിൽ മുറിവെണ്ണ നല്ലതാണ്. പൊള്ളലേറ്റ ഉടനെ ശരിയായ ഫസ്റ്റ് എയ്ഡ് ചെയ്ത ശേഷം മുറിവെണ്ണ പതിയെ പുരട്ടുന്നത് എരിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും. കൈകാലുകൾ തിരിഞ്ഞുണ്ടാകുന്ന ഉളുക്ക്, പേശി വലിവ്, ചെറിയ സന്ധിവേദന എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കാം. മുറിവെണ്ണ ബാഹ്യ ഉപയോഗത്തിന് മാത്രമുള്ളതാണ്. ചെറിയ മുറിവുകൾക്കും പോറലുകൾക്കും ആദ്യം മുറിവേറ്റ സ്ഥലം വൃത്തിയാക്കുക. കുറച്ച് മുറിവെണ്ണ എടുത്ത് മുറിവിന് ചുറ്റും പതിയെ പുരട്ടാം. ദിവസം 2-3 തവണ ഇങ്ങനെ ചെയ്യാം. പക്ഷേ മുറിവ് ആഴത്തിലുള്ളതോ രക്തം നിൽക്കാത്തതോ ആണെങ്കിൽ സ്വയം ചികിത്സ ചെയ്യരുത്. ചതവും ഉളുക്കും ഉള്ളപ്പോൾ മുറിവെണ്ണ നേരിയ രീതിയിൽ ചൂടാക്കി ഉപയോഗിക്കുക. ഒരു കോട്ടൺ തുണിയിൽ എണ്ണ മുക്കി വേദനയുള്ള സ്ഥലത്ത് വെച്ച് മൃദുവായി കെട്ടാം. ഇത് ആ ഭാഗത്ത് എണ്ണ കുറച്ചു സമയം നിലനിർത്താനും വേദനയും നീരും കുറയ്ക്കാനും സഹായിക്കും. എന്നാൽ ഉളുക്കുള്ള സ്ഥലത്ത് ശക്തിയായി അമർത്തി തിരുമരുത്. അങ്ങനെ ചെയ്താൽ വേദനയും വീക്കവും കൂടാൻ കാരണമായേക്കാം. ചെറിയ പൊള്ളലിന് പൊള്ളലുണ്ടായ ഉടനെ ആദ്യം ചെയ്യേണ്ടത് മുറിവെണ്ണ പുരട്ടലല്ല, ആ സ്ഥലത്ത് തണുത്ത വെള്ളം ഒഴിക്കണം. കുറച്ചു സമയം വെള്ളത്തിൽ തണുപ്പിച്ച ശേഷം എരിച്ചിൽ കുറയുമ്പോൾ മുറിവെണ്ണ പതിയെ പുരട്ടാം. ഇത് എരിച്ചിൽ കുറയ്ക്കാനും ചർമ്മത്തിന് കുളിർമ നൽകാനും സഹായിക്കും. എന്നാൽ ചെറിയ പൊള്ളലുകളിൽ മാത്രം സ്വയം ചികിത്സ ചെയ്യുക. മുറിവെണ്ണ ഒരിക്കലും ഉള്ളിലേക്ക് കഴിക്കരുത്. ആഴത്തിലുള്ള മുറിവുകളിൽ ഇത് നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കരുത്.